ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല നമ്മൾ പറയൽ. ഭൂമിയിൽ അവരെവിടെ ഇല്ല. തിരഞ്ഞാൽ 1-2 സ്ഥലത്ത് വന്ന് ഇപ്പോൾ ചേന്നമംഗലൂർ ചെന്നാൽ കുറച്ച് കാണാം, പിന്നെ അവിടെ തിരുവൂർക്കാട് എത്തണം. അതൊക്കെ അവരുടെ തരികട. അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. കാത്തി പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക. രാഷ്ട്രീയം നമ്മൾ ചിന്തിച്ചിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വഴി വേറെയാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മതത്തിൻ്റെ സംഗതി കുറച്ച് തീരുമാനങ്ങൾ വരും. ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണക്കാരെ നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. ഏത് ഭരണക്കാരാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഹകരിക്കാതെ വരുന്ന സമയത്ത് അതിൻ്റെതായ റൂട്ടുകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നുമുണ്ട്. മുസ്ലിം ലീഗിൽ പിന്നെ നേരത്തെ പറഞ്ഞ ജമാഅത്തുകാരൊക്കെ ഉണ്ട്, വഹാബികളൊക്കെ ഉണ്ട്. ജമാഅത്തുകാരില്ലെങ്കിൽ ജമാഅത്തിൻ്റെ പിന്തുണയൊക്കെ അവർ തേടാറുണ്ട് ചിലപ്പം. അപ്പം വഹാബികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക്, അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് സംഘടിക്കുമുള്ള ഒരു ഇടങ്ങേറ് അതാണ്. ചിന്തിക്കുന്നവർക്കറിയാം സമസ്തൻക്കെതിരായിക്കൊണ്ടൊരു ലീഗ് മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അത് ബുദ്ധിയുള്ളവർക്കറിയാം. അങ്ങനെ ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അവസാനത്തെ വാശിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള അല്ല, പാർട്ടി ആയിട്ടില്ല. പാർട്ടി നമ്മൾ അങ്ങനത്തെ പാർട്ടികളും നമ്മൾ ചേരില്ല. കാരണം നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം അത് നിരീശ്വരവാദം, നമുക്ക് ചേരാൻ പറ്റില്ല എന്നാണ് നമ്മൾ. കേരളത്തിലെ പരമ്പരാഗത സുന്നി വിശ്വാസികൾക്കിടയിലെ പ്രബലവും സുപ്രധാനവുമായ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമെല്ലാം, രാഷ്ട്രീയമായ പ്രാധാന്യമെല്ലാം വിശദീകരിക്കുകയാണ് സമസ്തയുടെ സെക്രട്ടറിയും മുഷാവറ അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി. നമസ്കാരം. ഈ 100ാം വാർഷികത്തിൽ സമസ്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലും ഒക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പിറവിയെടുത്തതാണ്. ഇപ്പോൾ സമസ്ത ആ ലക്ഷ്യത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണോ ഉള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന 1926 രൂപീകരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം പരിശുദ്ധ ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നത് പ്രവാചകൻ്റെ കാലത്ത് തന്നെയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത്. പ്രവാചകൻ്റെ കാലത്തെത്തി ഇസ്ലാം അതേപടി തന്നെ തുടർന്ന് വരണം എന്നുള്ളതാണ് നമ്മുടെ ഖുർആൻ്റെയും മറ്റും ലക്ഷ്യം. നമ്മൾ കൽപ്പിക്കുന്നത് ആ നിലക്കാണ്. അതേ നിലക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ 23 കൊല്ലം ഖുർആനിലൂടെ ജീവിച്ച ആളാണ്. അഥവാ 40 വയസ്സായപ്പോൾ പ്രവാചകത്വ ലബ്ധി കിട്ടി. അതിനുശേഷം 63 വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കണ്ടശയായിക്കൊണ്ട് ഓരോ അവസരത്തിനൊത്തുകൊണ്ട് ഖുർആൻ അവതരിക്കുകയാണ് ചെയ്തത്. മുൻ വേദങ്ങളൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് പ്രവാചകന്മാർക്ക് നൽകിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇത് ശാശ്വതമായി നിൽക്കേണ്ട, പിന്നീടൊരു പ്രവാചകനില്ലാത്ത അന്ത്യപ്രവാചകൻ എന്ന നിലക്ക് ആവശ്യത്തിനനുസരിച്ച് ഇറങ്ങുകയും അത് നിലനിൽക്കുകയും ചെയ്യണമെന്ന നിലക്ക് ജനങ്ങളിൽ അത് ശരിക്ക് ജനങ്ങളിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം, കൂടെ ജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. ആ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നബിയുടെ ആ ജീവിതമാണ്, 23 കൊല്ലത്തെ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതപ്പടി പകർത്തിയ ലക്ഷക്കണക്കിൽ അനുചരന്മാർ, സഹാബാക്കൾ എന്ന് പറയും അവർ. ആ സഹാബാക്കളാണ് അത് പകർത്തിക്കൊണ്ട് പിൻതലമുറക്ക് കൊടുക്കുന്നത്. ആ പിൻതലമുറക്കാരായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു വന്നത്. അതായത് നബിയുടെ ജീവിതം, പ്രവാചകൻ്റെ ജീവിതം എന്താണോ അത് പകർത്തി പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇസ്ലാം എത്തിയത് പ്രവാചകൻ്റെ കാലത്താണ്. സഹാബാക്കൾ പല സ്ഥലത്തുമുണ്ട്. ഇവിടെ സഹാബാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവരൊക്കെ ഇവിടെ വന്നത് ദീനി പ്രചരണത്തിന് വന്നവരാണ്. കൊടുങ്ങല്ലൂരിൽ നമുക്കറിയാം, കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ പള്ളി എന്ന് പറയുന്നൊരു പള്ളി തന്നെയുണ്ട്. ആ പള്ളി അവർ വന്നുണ്ടാക്കിയതാണ്. അതേ പ്രകാരം 10ഓളം പള്ളികൾ ആ സഹാബാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടെ കൊല്ലം, മാടായി, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഇസ്ലാം ഇവിടെ വന്നത് യാതൊരു കലർപ്പുമില്ലാത്ത നബിയിൽ നിന്ന് പകർത്തിയ അതേ ഇസ്ലാമാണ് ഇവിടെ എത്തിയെന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. അതിങ്ങനെ പകർന്ന് പോന്നു. നല്ല സജ്ജനങ്ങളായ ആൾക്കാരിൽ കൂടെ അത് പകർന്ന് വന്നിട്ടാണ് ഇസ്ലാം ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം ഒരാൾ മരിച്ചാൽ എന്തൊക്കെ ചടങ്ങ് ചെയ്യണം, വിവാഹത്തിന് എന്തൊക്കെ ചടങ്ങുണ്ടാവണം,
നമ്മുടെ നിസ്കാരങ്ങളും ആരാധനകളൊക്കെ ഏത് രൂപത്തിലാവണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതുമാണ്, അതോടുകൂടെ ചെയ്തു വരുന്നതുമാണ്. അതിന് ഇങ്ങനെ വരുന്ന കാലത്ത് 1921 ശേഷമാണ് ഇവിടെ പുതിയ ചില അഭിപ്രായങ്ങൾ കൊണ്ടുവന്നത്. മുജാഹിദ് എന്ന് പറയുന്ന സലഫികൾ എന്നൊക്കെ പറയുന്ന വഹാബികൾ എന്ന് പറയുന്ന ആ കൂട്ടരാണ് ഇവിടെ കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കുന്നത്. കേരള മുസ്ലിം ഐക്യം സംഘം എന്ന പേരിലൊന്നുണ്ടാക്കി. ഒരനൈക്യവും ഇല്ലാത്ത സമയത്താണ് ഐക്യസംഘം ഉണ്ടാക്കിയത് തന്നെ വിരോധാഭാസമാണ്. അങ്ങനെ അവർ വന്നുകൊണ്ട് ഐക്യസംഘം ഉണ്ടാക്കി അനൈക്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ശരി. അങ്ങനെ മുസ്ലിങ്ങൾ ആചരിച്ചു പോരുന്ന പല സംഗതികളും തെറ്റാണെന്നും അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണെന്നും, അതായത് മുശ്രിക്ക് എന്ന് പറയും, മുസ്ലിങ്ങളാക്കിക്കൊണ്ട് അവർ തള്ളുക ചെയ്യുന്നത്. ഉദാഹരണത്തിന് മഹാന്മാരെ ബഹുമാനിക്കുക. മദ്ഹബ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. 4 മദ്ഹബാണ് ലോകത്ത് അംഗീകരിക്കപ്പെട്ട മദ്ഹബ്. അതായത് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ഫിഖിഹായ മസലകൾ എന്ന് പറയും. മനുഷ്യൻ ചെയ്യേണ്ട ആരാധനകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വകുപ്പിനാണ് ഇത് പറയും മദ്ഹബ് എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബ്, അനഫി മദ്ഹബ്, അംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ലോകത്ത് അംഗീകരിച്ച 4 മദ്ഹബാണ്. 4 ആവാം. 4ലൊക്കെ ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ. കർമ്മത്തിലുള്ള ചില്ലറ വ്യത്യാസം അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നാണ്. അതിൽ ഒരു അഭിപ്രായക്കേടുമില്ല. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നത്, ഖുർആനും ഹദീസും പോരെ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ശൈലിയുമായിട്ട് ഇവിടെ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ്. അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പല ഭിന്നിപ്പുകളുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തറാവി നിസ്കാരം, അത് നമ്മളൊക്കെ 20 നേരത്തെ നിസ്കരിച്ചു പോരുന്നതാണ്. 2 ഹറമിലും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിയാണല്ലോ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും. അവിടെ ഇത്രയും കാലം വരെ 20 തന്നെയാണ് തറാവി നിസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ എല്ലാ സംഗതികളും അക്കാലത്ത് ഇതുവരെ തുടർന്ന് വന്ന സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ ശൈഥല്യം സൃഷ്ടിച്ച ഭിന്നിപ്പുണ്ടാക്കിയ കൂട്ടരാണ് ഈ വഹാബി വിഭാഗം. അതുണ്ടാക്കിയപ്പോഴാണ് 1924 അവർ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ഐക്യസംഘത്തിൻ്റെ ശേഷം ഉലമാക്കളുടെ സംഘടന. അതോടുകൂടി അവർ വ്യാപകമായി, അപ്പം വേറെ സംഘടന ഇവിടെ ഇല്ലല്ലോ. ഇസ്ലാമിൽ വേറൊരു സംഘടന, ഇസ്ലാം എന്നല്ലാത്ത ഒരു സംഘടന വേറെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം മതപ്രബോധന മേഖലയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് വഹാബികളാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ സംഘടന എന്ന അർത്ഥത്തിൽ അതുണ്ടാക്കി വ്യാപകമായിട്ട് ഈ ഫിത്ന പരത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആദരണീയനും പണ്ഡിതനും വലിയ സയ്യിദും, അദ്ദേഹത്തിൻ്റെ തറവാട് യമനിലാണ്. യമനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ തന്നെ പറഞ്ഞിട്ടുണ്ടാൽ ഈമാനു യമാനിൻ വൽഹിക്കുമത്ത് യമാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈമാൻ്റെ ശരിയായ രൂപം, അവിടെയാണ് യമനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യമനിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ സാദാത്തുക്കളൊക്കെ. ബാഫി തങ്ങളാവട്ടെ മറ്റവരാവട്ടെ ഒക്കെ യമൻകാരാണ്. ഈ യമൻകാരായിരിക്കുന്ന ആ തങ്ങൾ ഇത് കണ്ടപ്പം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടി. 1925 കുറ്റിച്ചിറ വില്ലേജ് ജുമാഅത്ത് പള്ളിയിൽ വിളിച്ചു കൂട്ടി. താൽക്കാലികമായിട്ട് അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. അത് കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയായിരുന്നു. അങ്ങനെ അത് താൽക്കാലികം ഉണ്ടാക്കിയത് വിഫലമായിട്ട് ഇതിന് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന നിലക്കാണ് ഉണ്ടാക്കിയത്. 1926 പിന്നീട് വിപുലമായ തോതിൽ ടൗൺ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. അതിൻ്റെ 100ാം വാർഷികത്തിലാണ് നമ്മളുള്ളത്. ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റത്തെ തടയാൻ എത്രത്തോളം സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്? ഒരുപാട് സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ബിദഈ പ്രസ്ഥാനം വഹാബിസം മാത്രമല്ല, പിന്നെ ജമാഅത്ത് ഇസ്ലാമി വരുന്നു, തബ്ലീഗ് ജമാഅത്ത് വരുന്നു, അങ്ങനെ പലതും വരുന്നുണ്ട്. പല തരീക്കത്തുകൾ വരുന്നു. അതൊക്കെ തന്നെ തടയിടാൻ സമസ്തയ്ക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല നമ്മൾ പറയൽ. ഭൂമിയിൽ അവരെവിടെ ഇല്ല. തിരഞ്ഞാൽ 1-2 സ്ഥലത്ത് വന്ന് ഇപ്പോൾ ചേന്നമംഗലൂർ ചെന്നാൽ കുറച്ച് കാണാം, പിന്നെ അവിടെ നിന്ന് തിരുവൂർക്കാട് എത്തണം. അങ്ങനെ ഒറ്റപ്പെട്ട ഏതോ ഗ്രാമങ്ങളിലൊക്കെ മാത്രം ആദിവാസി. രാഷ്ട്രീയ ശക്തിയല്ലേ ഇപ്പോൾ അവർ? രാഷ്ട്രീയ ശക്തി എന്നൊന്നും പറഞ്ഞുകൂടാ. രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാം, അവർ തന്നെയാണ് രാഷ്ട്രീയക്കാരും. അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്ക്. അവർ രാഷ്ട്രീയ ശക്തിയാണ്, അവരൊരു സാമ്പത്തിക ശക്തിയാണ്. അവരിപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രചാരണങ്ങളൊക്കെ, അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രചാരണം നേടുന്നുണ്ട്. അതായത് അതൊക്കെ അവരുടെ തരികട. അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അവർക്ക് പലിശയില്ല.
അതേ പ്രകാരം സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർക്കുണ്ട് കൂട്ടായിട്ട്. അതായത് സക്കാത്ത് പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക. ശരിക്കും സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ മുസ്ലിം സമ്പത്തിൻ്റെ പരിധി എത്തിയ ആൾക്കാർ അവർ നിർവഹിക്കേണ്ട, നിസ്കാരം നിർവഹിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ നിർവഹിക്കേണ്ട ഒരു നിർബന്ധ ഘടക. ഇസ്ലാം കാര്യം 5 അതിൽപ്പെട്ട ഒന്നാണ്. അതില്ലെങ്കിൽ മുസ്ലിം ആവില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിർബന്ധ സക്കാത്തുകൾ കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ട്, ഇന്നമസ്സദഖാത്തുൽ ഫുഖറായുൽ മസാക്കി എന്ന് പറഞ്ഞ് 8 കൂട്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഖറ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അർദ്ധ ദരിദ്രൻ, ഇങ്ങനെ ഇവരൊക്കെ എണ്ണീട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ദരിദ്രരായിട്ട് അവശത അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഈ സക്കാത്ത് വെച്ചിരിക്കുന്നത്. ഈ സക്കാത്തിൻ്റെ ഫണ്ടാണ് ഇവർ പിരിച്ചിട്ട് അവർ പത്രം നടത്തുന്നത്, അവരുടെ മീഡിയ വൺ നടത്തുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ KNM ആണെങ്കിലും വിസ്റ്റം ഗ്രൂപ്പ് ആണെങ്കിലും അങ്ങനെ ധാരാളം മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, വഹാബി പ്രസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തടയാൻ പറ്റും, സ്വാധീനം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? അവരെ തടയാന്ന് പറഞ്ഞാൽ നമ്മളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സമസ്തക്കാരായ ആൾക്കാർ വളരെ സജീവമാണ്. ഇന്ന് കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എത്ര മഹല്ലുകളുണ്ട്, എത്ര മദ്രസകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് സമസ്തൻ്റെതാണ്, അതിലൊരു സംശയമില്ല. അവർ തന്നെ സമ്മതിക്കും. നമ്മൾ ചിലപ്പോൾ ചില വിഷയത്തിനൊക്കെ പൊതുവിഷയത്തിനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്ക് 500 മദ്രസയിൽ എന്നൊക്കെ പോലും പറയും. അതുകൊണ്ട് സമസ്ത തന്നെയാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടതെന്ന് അവർ തന്നെ പറയാറുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മളുടെ മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അംഗീകരിച്ച് തരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾ ചാനലുകാരും പത്രക്കാരും ഒക്കെ അതൊക്കെ മനസ്സിലാക്കുന്ന സംഗതിയാണല്ലോ. നാട്ടിലൊക്കെ നടന്നു നോക്കി, ഒരു മദ്രസ ഇല്ലാത്തൊരു ഗ്രാമം, സമസ്തയുടെ മദ്രസ ഇല്ലാത്തൊരു ഗ്രാമമല്ല. ഇവരൊരു മദ്രസ, മുജാഹിദാവട്ടെ ജമാഅത്തിനില്ല ഒരു മദ്രസ കാണാൻ എത്ര സഞ്ചരിക്കണം നോക്കേണ്ടി. സമസ്ത എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കാതിരുന്നത്? പല വിഷയങ്ങളിലും സമസ്തയ്ക്കിപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തി കൂടി തീരേണ്ടതില്ലേ? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയം നമ്മൾ ചിന്തിച്ചിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വഴി വേറെയാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മതത്തിൻ്റെ സംഗതിയൊക്കെ ചില തേയ്മാനങ്ങൾ വരും. രാഷ്ട്രീയമാകുമ്പോൾ പലതിലും ഇറങ്ങേണ്ടി വരും. നമ്മൾ ശുദ്ധമായി എന്ന് പറഞ്ഞില്ലേ, പ്രവാചകൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഇസ്ലാം ആ രൂപത്തിൽ ജനങ്ങളിൽ അവതരിപ്പിക്കാനാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ രാഷ്ട്രീയവുമായി കൂടിക്കലരുമ്പോൾ അതിൻ്റെ പരിധികളൊക്കെ വിട്ട് മറ്റൊടുത്ത് കടക്കേണ്ടി വരും. അത് ചില മതരാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അത് പറയാനുണ്ടല്ലോ. ഈ മതത്തിൻ്റെ സംരക്ഷണത്തിന് തന്നെ പലപ്പോഴും മതത്തിൻ്റെ, ശരീഅത്തിൻ്റെ, സുന്നത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് സമസ്തയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സമസ്ത നേരിട്ട് ഇറങ്ങുന്നതിന് പകരം സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിൽ ആ രംഗത്തേക്ക് ഇറക്കി വിടാമായിരുന്നു, രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിൽ. അത് വേണ്ട, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമ്മളിപ്പം മാറി വരുന്ന ഭരണകൂടങ്ങളോടൊക്കെ നമ്മൾ നല്ല നിലക്കാണ് സഹകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണക്കാരെ നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. ഏത് ഭരണക്കാരാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഹകരിക്കാതെ വരുന്ന സമയത്ത് അതിൻ്റെതായ റൂട്ടുകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നുമുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പം നമ്മൾ ഭരിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞ ഭരണത്തിൽ പങ്കാളിയാവുക എന്ന് പറയുമ്പം ചില പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ആദർശത്തിൽ നിന്ന് ചിലപ്പം മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല, രാഷ്ട്രീയം പറ്റില്ല. ഈ ആദർശത്തിൽ ഊന്നി ഒരു രാഷ്ട്രീയം സാധ്യമല്ല. ആദർശത്തിൽ ഊന്നി കേരളത്തെ സംബന്ധിച്ചും ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ അപകടം ഒന്നതാണല്ലോ. അവരിങ്ങനെ പറയുന്നതെന്നല്ലാതെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജിൽ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് അവർ വെറുതെ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ രാജ്യത്ത് പൊതുമുഖത്തോട് അത് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഹുക്കൂമത്തയിലായി എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്ലാമിക ഭരണം, ദൈവഭരണം എന്ന് പറയുന്ന ഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതവരുടെ അടിസ്ഥാന ഘടക. ഇന്നിപ്പോൾ അതൊക്കെ ഒരു മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അബുൽ മൗദൂദി എന്ന് പറയുന്ന ആളുടെ ഒരു ചിന്ത മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർ തള്ളിപ്പറഞ്ഞു. അവർ തള്ളിയും പാടില്ല. അപ്പോൾ മുജാഹിദാണെങ്കിൽ തന്നെ പല കഷ്ണങ്ങളായി അവർ പിരിഞ്ഞു. ആരാധന വിഷയത്തിൽ നമ്മൾ മുശ്രിക്ക് എന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്ന്, ഇപ്പം മഹാന്മാരായ ആൾക്കാരെ മീഡിയേറ്റർ ആക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു ഉദാഹരണം പറയാം. ബദരീങ്ങളുടെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് അതെ ഓസായിത്ത്. അപ്പം ബദരീങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് ഞങ്ങൾക്കിനി പുറത്ത് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ വിഷമങ്ങൾ തീർത്തു തരണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ആരാധനയാണ്. ആരാധനയും ബഹുമാനവും രണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ബഹുമാനിക്കണം.
ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. ഈ ബഹുമാനത്തിന് അവരെന്താക്കുന്നു, ആരാധന നടത്തം വെക്കുന്നു എന്നുള്ളതാണ് അവർ വന്നൊരു ജിന്നുകളോടുള്ള പ്രാർത്ഥനയിലൊക്കെ അഭിപ്രായ വ്യത്യാസം അതാണ്. അത് തന്നെയാണ് അഭൗതികമായ കാര്യങ്ങളിൽ, മറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താക്കുക, സഹായം തേടുക എന്നുള്ളത് ശിർക്കാണെന്ന് പറയുന്നു. അപ്പോൾ അവർ തന്നെ എന്താക്കി, ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്, നിശ്ചയിച്ചിട്ടില്ല. ഖുർആനിലൊക്കെ വന്നതായതുകൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ ജിന്നെന്ന് പറയുന്നത് ഒരു നമ്മൾ കാണാത്തൊരു വർഗ്ഗമാണ്. ആ വർഗ്ഗം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സഹായം തേടാം എന്നാണ് അവരിന്നൊരു കൂട്ടർ പറയുന്നത്. അതിൻ്റെ പേരിൽ അവർ 4 കഷ്ണമായിട്ടുണ്ട്, ഒരുപാട് വിഷയമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നബിയുടെ കാലത്ത് പഠിപ്പിച്ചെന്ന ദീൻ ഏതാണോ അതിനല്ലാതെ ഇവിടെ നിലനിൽപ്പില്ല. അതാണ് ഇസ്ലാം. അത് നിലനിർത്തുന്ന പണിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്നിപ്പോൾ 11,008 മദ്രസ സമസ്തയുടെ കീഴിൽ അംഗീകരിച്ചതുണ്ട്. അത് കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വരെ ഉണ്ട്. അതതിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. അത് കേവലം ആരാധനകൾ മാത്രം പഠിപ്പിക്കുന്നതല്ല, പൊതുവായിട്ട് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്വഭാവം കൂടെ പഠിപ്പിക്കുന്ന, നമ്മളെ മതേതര സംഗതികളും അത് ജനാധിപത്യ സംഗതികളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വളർത്തുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ ഈ രാജ്യത്തിന് ആവശ്യമാണ്. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അതല്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വർഗീയമായി ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ശരീഅത്തിൻ്റെ സംരക്ഷണം മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഈ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിനും ഇത്തരം രീതിയിൽ ഇൽമിൻ്റെ പ്രചരണത്തിനുമൊക്കെ ഒരു സംരക്ഷണം ആവശ്യമാണെന്ന് തോന്നിയില്ല. ഭരണകൂടങ്ങൾ അതിൽ ഇടപെടുന്നതിലൊക്കെ ഒരു സംരക്ഷണം വേണമല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ശക്തി ആവേണ്ടതില്ലേ അത്തരത്തിൽ, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ? രാഷ്ട്രീയ ശക്തി ഇപ്പം ആവേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള നമ്മൾ ഇതുവരെ ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയാലും, അതുപോലെ ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, ഇപ്പോൾ സംവിധാനം നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ലേ, ഇവരൊക്കെ തന്നെ ഇസ്ലാം എന്താണെന്ന് സമസ്ത എന്താണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ വേദനിപ്പിക്കില്ല നമുക്കറിയാം. നമ്മളെ വേദനിപ്പിച്ചാൽ അവരെ വേദനിപ്പിക്കാൻ നമുക്കും അറിയാം എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്. അങ്ങനെ ഒരു നീക്കുപോക്കിലാണ് പോകുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഒരു രാഷ്ട്രീയമായി സംഘടിക്കുമ്പോൾ അതൊരു വർഗീയ മുഖം വന്നുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടാനേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പങ്കാളിയായിട്ട് നിൽക്കുന്നതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്തക്കൊരു രാഷ്ട്രീയവും ഇല്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താല്പര്യമോ മറ്റൊരു പാർട്ടിയോട് വിരോധമോ ഇല്ല എന്ന നയമാണ് സമസ്ത ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. ഈ ശരീഅത്തിൻ്റെയും മുസ്ലിം ഉമ്മത്തിൻ്റെയും ഒക്കെ സംരക്ഷകരായി നിലവിൽ ഉള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് ഈ പറയുന്ന സമസ്തയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ? അങ്ങനെയാണ് ആവേണ്ടത്. കാരണം പക്ഷേ മുസ്ലിം ലീഗിൽ പിന്നെ നേരത്തെ പറഞ്ഞ ജമാഅത്തുകാരൊക്കെ ഉണ്ട്, വഹാബികളൊക്കെ ഉണ്ട്. ജമാഅത്തുകാരില്ലെങ്കിൽ ജമാഅത്തിൻ്റെ പിന്തുണയൊക്കെ അവർ തേടാറുണ്ട് ചിലപ്പം. അപ്പം വഹാബികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് സംഘടിക്കുമ്പോൾ ഒരു ഇടങ്ങേറ് അതാണ്. അവർക്ക് അവരെയും കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ അത് പൊതുവായ വിഷയത്തിൽ ആരും കണക്കിലെടുക്കുക, അതിന് തരക്കേടില്ല. പൊതുവായ വിഷയത്തിലൊരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചാൽ അത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ച് പോകുന്നതും. ചിലപ്പോഴൊക്കെ മറ്റവരുടെയൊക്കെ ആരൊക്കെ സമ്മർദ്ദം അധികം ചെലുത്തുന്നു അതിനനുസരിച്ചൊക്കെ ചിലപ്പം വഴിതെറ്റി പോകാറുണ്ട്. അവിടെ നമ്മൾ വേണ്ടതുപോലെയൊക്കെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് തിരക്കേടൊന്നുമില്ല, അവർക്കും തിരക്കേടൊന്നുമില്ല. തിരുത്താൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തിരുത്താറുണ്ട്, തിരുത്താതെ പോകുന്ന ചില സംഗതികളുണ്ട്, അവിടെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാവാറുമുണ്ട്. ഇപ്പോൾ തിരുത്തി സമസ്തയുടെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ സമസ്തയോടൊപ്പം പൂർണ്ണമായും ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവർക്കെല്ലാം നയിച്ചിരുന്നത് ഒക്കെ പൂർണ്ണമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പൂർണ്ണമായി നിൽക്കാത്ത ഒരു ഇതുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നമ്മൾ പരിഹരിക്കാനുള്ള പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഉദാഹരണം CIC മാഫി ഒഫിയ എന്ന് പറഞ്ഞൊരു കോളേജ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമസ്ത നേതാക്കൾ അത് പരിശോധിച്ചപ്പോൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായിട്ട് ലീഗിൻ്റെ നേതൃത്വം വിട്ടിട്ടില്ല എന്ന ഒരു വിഷമം നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലും ഒരു ഒത്തുതീർപ്പ് ചർച്ച ഇന്നലെ നടക്കുന്നുണ്ട്. ആ ചർച്ചയിലും CICയുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പിനും തയ്യാറാണ് എന്നാണ് നമ്മൾ തങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നടക്കണം. അത് നടന്നാൽ സുഖമാണ്, ലീഗിനും സുഖമാണ്, സമസ്തക്കും സമുദായത്തിനൊക്കെ സുഖമാണ്. ഒന്നുകിൽ CIC പൂർണ്ണമായും സമസ്തയ്ക്ക് വഴങ്ങണം, അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ CIC ഉപേക്ഷിക്കണം.
അത് അദ്ദേഹം തുറന്ന് പറഞ്ഞതാണ്, അത് ഞങ്ങളോടൊക്കെ പറഞ്ഞതാണ്, പൊതുയോഗങ്ങളിലൊക്കെ അതും പറഞ്ഞിട്ടുണ്ട്. അതായത് സമസ്തയുടെ കൂടെ നിൽക്കല്ലാതെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നവർക്കറിയാം സമസ്തൻക്കെതിരായിക്കൊണ്ടൊരു ലീഗ് മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയും തോന്നുന്നില്ല. അത് ബുദ്ധിയുള്ളവർക്കറിയാം. അങ്ങനെ ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അവസാനത്തെ വാശിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. സമസ്തയെ സംബന്ധിച്ചിടത്തോളം മഹല്ലുകളിലൊക്കെ നമ്മൾ അധികം മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാർ തന്നെയാണ്. അതുകൊണ്ട് അതും നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ യോജിച്ച് പോകണം. ആ യോജിപ്പിൻ്റെ മാർഗ്ഗമാണ് ഇതിൻ്റെ നേരായ മാർഗം. അതിലേക്ക് എല്ലാവരും വരണം എന്ന് തന്നെയാണ് നമ്മളെ താല്പര്യം. CIC വിഷയത്തിൽ എന്താണ് നമ്മുടെ ഒരു ഇപ്പോൾ പരിഹരിക്കപ്പെടാത്തൊരു തർക്കമായി നിൽക്കുന്ന ഒരു ഒറ്റ ഫാക്ടർ? ഒന്നുമില്ല. അതായത് CIC വളർന്നത് സമസ്തയുടെ ആദർശത്തിലാണ്, സമസ്തയുടെ തണലിലാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. ആ കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ കേന്ദ്രം വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു അവിടെയാണ് ഉണ്ടാക്കിയത്. സമസ്തയുടെ അധ്യക്ഷനായിരുന്ന അബൂബക്കർ അസ്രത്ത് എന്ന് പറയുന്ന ആളാണ് ആ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിൻ്റെ സെക്രട്ടറി സമസ്ത മുഷാവറ അംഗമായ കാര്യമായ ആദിർശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ്. അവരൊക്കെ സമസ്തയ്ക്ക് വേണ്ടി ഈ CICയെ വളർത്താൻ വേണ്ടി, അതായത് വാഫി ഓഫിയ കോഴ്സിനെ വളർത്താൻ വേണ്ടി അധ്വാനിച്ചവരും അവരതിനു വേണ്ടി ഫണ്ടുകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നവരൊക്കെയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഹക്കീം ഫൈസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹം എന്തൊക്കെ വായിച്ചിട്ടൊക്കെ കുറച്ച് നമ്മുടെ ലെവൽ തെറ്റി, സമസ്തൻ്റെ വഴി തെറ്റിയിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഈ പഠന വിഷയങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളിൽ ആ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിപാടികളൊക്കെ പരിശോധിച്ച ആൾക്കാർ, നമ്മളെ സമസ്ത നിശ്ചയിച്ച ആൾക്കാർ പരിശോധിച്ചതിന് ശേഷം ആ പോക്ക് ശരിയല്ല. വാഫി ഓഫിയ സിലബസിൽ കുറച്ചൊരു പുരോഗമനപരമായി ആധുനിക സമൂഹത്തിന് അനുകൂലമായി മതവിദ്യാഭ്യാസത്തോടൊപ്പം പുരോഗമന വിദ്യാഭ്യാസം കൂടി അതിന് തിരക്കടില്ല. അത് സമന്വയ വിദ്യാഭ്യാസം തന്നെയാണിത്. അതുപോലെ പലതും നമ്മൾ സമസ്ത ഒരുപാട് നടത്തുന്നുണ്ടല്ലോ. എല്ലാം സമന്വയ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും കലർന്നു കൊണ്ട് പോകുന്നതാണ്. അല്ലാതെ വഹാബി ആശയം കലർത്താൻ പാടില്ലല്ലോ, മൗദൂദി ആശയം കലർത്താൻ പാടില്ല, അത് സമസ്തൻ്റെതല്ലേ. അങ്ങനെ ചിലത് കലർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തിരുത്താൻ അദ്ദേഹത്തോട് ഒരുപാട് വട്ടം ആവശ്യപ്പെട്ടു. ഈ അദൃശ്ശേരിയെ മാറ്റി നിർത്തിയാൽ CIC ശരിയായി എന്നുള്ളതാണ്. CICൻ്റെ ബാക്കിയുള്ളവരും ശരിയാവണം, CIC മൊത്തത്തിൽ ശരിയാവണം. അതിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം മുതൽ ഉണ്ടാക്കണം അത് ശരിയാക്കിയിട്ട് കൊണ്ടുവരാൻ. ശരിയാണല്ലോ ഈ തിരുത്തലുകളുടെ ഒക്കെ ആള്. അദൃശ്ശേരി ഈ CICയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നിട്ട് സമസ്ത പറയുന്നതനുസരിച്ച്, അത് നമ്മൾ സമസ്ത പറഞ്ഞതിനനുസരിച്ച് ഒരു മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്തുണ്ട്. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അത് പിന്നെ കുറച്ചൊരു ചിന്താക്കുറവ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സമസ്തയോട് കൂടെ നിൽക്കലാണല്ലോ മുസ്ലിം ലീഗിനും നല്ലത്. മുസ്ലിം ലീഗാണ് ഇപ്പോൾ CICയെ പിന്തുണയ്ക്കുന്നത്, ആണ് പിന്തുണക്കുന്നത്. ഇപ്പം അങ്ങനെയാണ്. അതിന് എന്തുകൊണ്ട് അവർ പിന്മാറുന്നില്ല എന്നാണ് കാര്യം. അവർ വലിയ കുറച്ചുകൂടി സംഘടിതമായി കുറച്ചധികം കുട്ടികളൊക്കെ അതിനുള്ളിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടെന്ന് പറഞ്ഞുകൂടാ. അതായത് പഠിക്കാത്തതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ MES വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ച നല്ലൊരു സംഘടനയാണല്ലോ. അതിനെയും വളർത്തിയത് സമസ്ത അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള വാഫിത്തങ്ങൾ അടക്കമുള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ടാണ് MESനെ ഉണ്ടാക്കിയതൊക്കെ. ഒഫൂർ സാഹിബ് മണപ്പാട് ആസ്പത്രിയുടെ ചേകന്നൂർ മൗലവിയൊക്കെ ഉണ്ടാവും. MES ചേകന്നൂർ മൗലവി ആയിരുന്നല്ലേ, അങ്ങനെ അതിൻ്റെ മുമ്പേ ഉണ്ട്. അതൊക്കെ വളരെ തെറിച്ച ആളാണ്. അപ്പോൾ ഈ MESൻ്റെ വിഷയത്തിൽ ഇതുണ്ടാക്കാൻ വേണ്ടി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ളവരൊക്കെ വളരെ പണിപ്പെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട് വളരാൻ സാധിച്ചത്. അതും പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വളർന്നു വന്നപ്പം അവർ കുറച്ച് പുരോഗമന ആൾക്കാരാണല്ലോ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയപ്പോൾ അവർക്ക് സ്വയം ഈ മൂല്യന്മാരെ ഒന്നും പറയുന്നതും കേൾക്കണ്ട എന്നൊക്കെയുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരും. പയഞ്ചന്മാരാണല്ലോ നമ്മൾ, ഇങ്ങനെയുള്ള വക്കൽ. അപ്പോൾ ഈ പയഞ്ചന്മാരെ കൂടെ നിൽക്കുന്നത് അവർക്കൊരു അഭിമാന ശതമാനമെന്ന് തോന്നിയിട്ടായിരിക്കണം അവർ പുതിയയിലേക്കൊക്കെ പോയി ശരീഅത്ത് നിയമത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അന്ന് MESന് ഒരു ജേർണലുണ്ടായിരുന്നു, മാസിക. അതിൽ മൊയ്തു പടിയത്തിൻ്റെ ഒരു നോവലുണ്ടായിരുന്നു. സ്വന്തം മക്കളിരിക്കെ മക്കൾക്ക് എന്തുണ്ടാവില്ല, സ്വത്തിന് അവകാശമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം. പക്ഷേ അവർ പരിഗണിക്കണമെന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ ഒരു മോശമായ നിയമമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടൊരു നോവലായിരുന്നു നൂൽപ്പാലം എന്ന് പറഞ്ഞ 1969-70 കാലത്താണത്. അതുപോലെ അവർ പിന്നെ സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത്
ധനശേഖരണത്തിന് വേണ്ടി സിനിമാ താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈൻ വിട്ടുകൊണ്ടുള്ളൊരു കളി, ഇസ്ലാമിക ആ ചുറ്റുപാട് വിട്ടുകൊണ്ടൊരു കളി കളിച്ചപ്പം അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം, സമസ്ത അങ്ങനെയാണല്ലോ, നിങ്ങൾ പറഞ്ഞ മാതിരി പയഞ്ചനാണല്ലോ. പയഞ്ചെന്ന് പറഞ്ഞാൽ പയഞ്ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പയതാ, കാരണം 1500 വർഷം മുമ്പുള്ളതാണല്ലോ, മുഹമ്മദ് നബി കൊണ്ടുവന്നാണല്ലോ. ആ നിലയ്ക്ക് പയഞ്ചനാണല്ലോ, അതിപ്പോൾ പുതുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളവരാണ് നമ്മൾ. അതിൽ ഈ മൊയ്ലിയാന്മാരോടുള്ള പുച്ഛം പണ്ട് MES പോലെ ഇപ്പോൾ ലീഗിനുണ്ടോ? നിൽക്കട്ടെ, അതല്ല MESനോട് നമ്മളോട് പുച്ഛുണ്ടോ ഇല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അന്ന് അങ്ങനെ ചെയ്തപ്പോഴാണ് MESന് എന്താക്കി, സമസ്ത മുസാവറ യോഗം ചേർന്നുകൊണ്ട് MESൻ്റെ പോക്ക് ശരിയല്ല, അതിനോട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു. ആ പ്രമേയത്തിൻ്റെ അതേ കോപ്പി മുസ്ലിം വാഫക്കിത്തങ്ങൾ എന്ത് ചെയ്യിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ കൊണ്ടുവന്ന് പാസ്സാക്കി. CH മുഹമ്മദ് കോയക്ക് അടക്കമുള്ള നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പാസ്സാക്കി. അത് സമസ്ത എന്ത് പറഞ്ഞു അത് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ഉദാഹരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. മുസ്ലിം ലീഗ് അങ്ങനെയായിരുന്നു, ആ മുസ്ലിം ലീഗ് ആവണം തുടരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സമസ്ത എന്ത് തീരുമാനിച്ചോ അതപ്പടി എന്താക്കണം ചോദിക്കാം. സംസ്ഥയിലെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ വാക്ക് തന്നെ കടമെടുത്താൽ സംസ്ഥയിലെ മൊയ്ലിയാക്കന്മാരൊക്കെ പഴഞ്ചന്മാരാണ് എന്ന ഒരു മനോഭാവം ഇപ്പോൾ ലീഗുകാർക്കും വന്നു തുടങ്ങിയതാണ്. അല്ല, പഴഞ്ചന്മാരെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി. പഴഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് ഉപയോഗിക്കും. പൊള്ളാത്തൊരു പഴഞ്ചാക്ക് എന്ന് പറയുന്ന മാതിരി, അതാണ് ആ അർത്ഥത്തിനല്ല, പഴയതാണ്. നമ്മൾ ആ കാര്യത്തിൽ അഭിപ്രായക്കേടില്ല. ഞങ്ങൾ പഴയത് തന്നെയാണ്. പുതിയതാണെന്ന് പറയുന്നതാണ് നമുക്കെന്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മോശമായി വരുന്നത്. അങ്ങനെ പുതിയത് കൊണ്ടുവരുന്നവരാണ് വഹാബികൾ, മൗദൂദികൾ, ഇവരൊക്കെ അവർ കൊണ്ടുവന്നവരാണ്. ആ ഭാഗത്തേക്ക് മുസ്ലിം ലീഗ് പോകരുത്. വാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ നിന്ന മാർഗത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ സമസ്തയ്ക്കകത്തുള്ള പല സംഘടനകളെയും ലീഗിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് അഭിപ്രായമല്ല. അതായത് സമസ്തയിലെ ചില മേഖലയിലൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ചില അസ്വാരസ്യങ്ങളാണ്. അതൊക്കെ പറഞ്ഞ് തീരാനാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊക്കെ തീരും വിചാരിക്കുന്നത്. അതായത് നമ്മൾ സമയമാണ് കൊടുത്തിരുന്നത്. രാഷ്ട്രീയം ഇപ്പം നമുക്കൊക്കെ ഉണ്ട്. സമസ്യ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഉണ്ടാവാം. ഉസ്താദിൻ്റെ രാഷ്ട്രീയം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? ഞാൻ ലീഗുകാരനാണ്, പണ്ടേ ലീഗുകാരനാണ്. ഇപ്പോഴും ലീഗ് തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ ലീഗ് എന്ന് പറഞ്ഞിട്ട് കൊടിയെടുത്ത് ജാഥയിലൊന്നും പോകാറില്ല. അങ്ങനെ ഉണ്ടല്ലോ, ലീഗാണ് മനസ്സ്. കാരണം അതൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിനോട് താല്പര്യം തന്നെയാണ്. ഇടക്കാലത്ത് ഉസ്താദ് CPM-മായി അടുക്കുന്നു, CPM-ന് വേണ്ടി സംസാരിക്കുന്നുള്ള പ്രചരണമൊക്കെ വന്നു. അത് ഞാൻ മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണകക്ഷികളെ ആവശ്യത്തിനെ എതിർക്കാവും. നമുക്കെന്തെങ്കിലും പ്രതികൂലമാകുമ്പോഴേ എതിർക്കാവും. നല്ലത് ചെയ്യുമ്പോൾ സഹകരിക്കണം, ആരാണ് സഹകരിക്കണം. എന്നതിൽ കവിഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അവരെ കുറേ സമ്മേളനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംഘടിപ്പിച്ച പല സമ്മേളനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ആ ഒന്ന് CAA, അതായത് BJP-ൻ്റെ പൗരത്വ ഭേദഗതി, അതുപോലെ ഏക സിവിൽ കോഡ്, ഇങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആവശ്യമാണ് കാര്യമായിട്ട്. അതിന് ഇവിടുത്തെ ഇടത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു അസംബ്ലിയിൽ തന്നെ അതൊക്കെ പ്രമേയം പാസ്സാക്കിയവരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ തെറ്റ് അങ്ങനെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് അത്തരം സമ്മേളനങ്ങൾ വലതുപക്ഷം വേറെ നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. വലതുപക്ഷം നടത്തി അതിനോട് സഹകരിച്ചു. താൽക്കാലിക സഹകരണം മാത്രമാണ്, സഹകരണമുള്ളൂ, അല്ല പാർട്ടി ആയിട്ടില്ല. പാർട്ടി നമ്മൾ അങ്ങനത്തെ പാർട്ടിയിലൊന്നും നമ്മൾ ചേരൂല. കാരണം നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം വെച്ചാൽ അത് നിരീശ്വരവാദം, നമുക്ക് ചേരാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിശ്വാസം. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ സമസ്തയ്ക്ക് സാധിക്കില്ല. ആ പാർട്ടി എന്നുള്ള എനിക്ക് പറ്റില്ല. അതിൻ്റെ ആദർശം അതാണ്. നേരെ മറിച്ച് ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഒരു വേറൊരു സംവിധാനമാണ്. ഇവിടുത്തെ രാജ്യത്തുള്ളൊരു സംവിധാനം എല്ലാവരും ഉണ്ട്. അത് വലതുപക്ഷത്തിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ, രണ്ടും സമാണ്. പിന്നെ ഇടതുപക്ഷത്തിൽ കുറച്ച് കൂടുതലുണ്ട്, മറ്റേ കുറച്ച് കുറവാണ് എന്നേ ഉള്ളൂ. ഈ മുഷാവറ അംഗങ്ങൾ ധാരാളം ഒഴിവുണ്ട്. ഇപ്പോൾ 40 പേരിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ ഈ മുഷാവറയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആഗ്രഹവും ഒരു വിഭാഗത്തിനുണ്ട്. എന്തുകൊണ്ടാണ് അത് സമസ്ത പരിഗണിക്കാത്തത്? അങ്ങനെ പലർക്കും ആവശ്യമുണ്ടാവും, തങ്ങൾക്ക് മാത്രമല്ല. ഇത് നല്ലൊരു സംഘടനാപതിലേക്ക് വരാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനൊരു വഴിയുണ്ടല്ലോ, അതിൽ ആളെടുക്കുന്നതിനൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് അത് സംഘടിപ്പിക്കേണ്ടത്. അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ പയ്യിലെടുത്തത് എന്തൊക്കെ രടങ്ങേറിനെടുത്തായിരിക്കും ചിലപ്പോൾ അറിയില്ല. ഈ ഒറ്റ ചോദ്യം കൂടി, ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരൊരു മുസ്ലിം ഐഡൻറ്റിറ്റി, മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികളുടെ അതിൽ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും വഹാബികളും പല ത്വരീക്കത്തുകാരും ഒക്കെ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളുടെ മുഴുവൻ സംരക്ഷകർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ നേതാവ് എന്ന അർത്ഥത്തിൽ പാണക്കാട് സാദിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോകുന്നു, മുജാഹിദ് വേദികളിൽ പോകുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനെ സമസ്ത എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? അത്തരം സംഗതികൾ നമ്മൾ എതിർക്കാറില്ല.
ആദർശ പ്രചരണ മേഖലയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണം ഇപ്പം നിങ്ങൾക്ക് ഏതാ പാർട്ടി എനിക്ക് അറിയില്ല. നിങ്ങളിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ നിങ്ങൾ പോകാൻ പാടുണ്ടോ? പോയാലും നിങ്ങൾ ആ പാർട്ടി ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇവിടുത്തെ മൊത്തത്തിൽ ലോകത്തെല്ലായിടത്തുള്ള ഒരു സംവിധാനമാണ്. ഒരു ആദർശത്തിൽ നിൽക്കുന്നവൻ അതൊരു സംഘടനയാണെങ്കിൽ എതിരാദർശത്തിൽ പോകുന്നവർക്ക് നടപടി വരണം. ഒന്നിലേ നിൽക്കാൻ പാടുള്ളൂ. രണ്ട്, ഖുർആൻ തന്നെ ഉണ്ട്, ഒരാളുടെ ഉള്ളിൽ രണ്ട് ഹൃദയമാക്കിയിട്ടില്ലാന്ന്, രണ്ട് മനസ്സ് കൊടുത്തിട്ടില്ലാന്ന്. രണ്ട് മനസ്സുണ്ടെങ്കിൽ രണ്ടാവുള്ളൂ. ഒരു മനസ്സിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് എന്താക്കിയത് പാടില്ല. അതേ അവസരത്തിൽ പൊതുവായ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കാൻ തിരക്കടൊന്നുമില്ല. നാട്ടിലെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക, തെറ്റില്ല നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളില്ലേ, അപ്പോൾ നമ്മളെ കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ പോവും, മരിച്ചോടത്ത് നമ്മൾ പോവും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിനിപ്പോൾ നമ്മൾ എന്താക്കുമല്ലോ. അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ ഉണ്ടാവും പലരും. അപ്പോൾ അവരോടുള്ള ഒത്താശകൾ, ഭൗതികമായ ഒത്താശകളൊക്കെ ചെയ്യുക. മതപരമായിട്ട് നമുക്കെന്തില്ല അവരോട് യോജിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ സമസ്ത സർക്കാരുമായി സംസാരിച്ചത്, നേരിട്ടൊരു സംസാരം ഉണ്ടായത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ സ്കൂൾ സമയമാറ്റത്തിൽ പക്ഷേ സമസ്തയുടെ ആവശ്യത്തിന് അംഗീകരിച്ചു തരാൻ സർക്കാർ തയ്യാറായിട്ടില്ല. CPM-ന്റെ മന്ത്രി തന്നെ സമസ്തയൊക്കെ ഞാൻ പോയതാണ്, മന്ത്രിൻ്റെ അടുത്ത് പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹത്തിനുണ്ടായ വിഷമം അദ്ദേഹം വിശദീകരിച്ചു തന്നു. കോടതിയുടെ നിയമമാണ്, കോടതിയുടെ വിധിയാണ്. അതിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ഡയറക്ഷൻ കോടതിൻ്റെ ഉണ്ടായിരുന്നു, 220 ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് പഠന സമയം. അതായത് രക്ഷിതാവും കുട്ടികളൊക്കെ കൂടി കൊടുത്തൊരു ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശമായിരുന്നു. അത് ഫ്രീസിയറിൽ വെച്ചു സർക്കാർ എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയില്ല. അതിന് കോടതി അലക്ഷ്യ കേസ് വരെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിലാണ് പിന്നീട് എന്താക്കിയത്, അതിനൊരു പരിഹാരമെന്ന നിലയ്ക്ക് 25 ശനിയാഴ്ചകൾ എടുത്തുകൊണ്ടിട്ട് അതിന് പരിഹരിച്ചത് 220 ദിവസം. അപ്പോൾ അധ്യാപകന്മാരുടെ പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ അവസരത്തിൽ ഒരു കമ്മീഷൻ വെച്ച്, ആ കമ്മീഷൻ്റെ നിഗമനമാണ് ഒരു 6 ശനിയാഴ്ച, അതായത് അധ്യാപകന്മാർ പറഞ്ഞത് 6 പ്രവൃത്തി ദിവസം ഒരുമിച്ച് വരുന്നത് കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഹാനികരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് മാനിച്ചുകൊണ്ടാണ് എന്താക്കിയത്, 6 ദിവസം തുടർച്ചയായി വരാത്ത ആഴ്ചകളുണ്ടാവുമല്ലോ, അവിടുത്തെ ശനിയാഴ്ച എടുക്കുക. അങ്ങനെ 6 ശനിയാഴ്ച കിട്ടി. ബാക്കി ഈ മണിക്കൂറുകൾ അരമണിക്കൂർ ദിവസം കൂട്ടുക എന്നുള്ളത് വെച്ചു. അതിന് 1/4 മണിക്കൂർ മുമ്പിലും 1/4 മണിക്കൂർ പിമ്പിലും ആക്കിയിട്ട് നമുക്ക് അരമണിക്കൂർ എടുക്കുന്നതിന് വിഷമല്ല നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 1/4 മണിക്കൂർ ഒരു പക്ഷേ 4:15 4:30 വിട്ടോളൂ. അന്ന് അവിടെ ചർച്ചയിൽ പങ്കെടുത്തവരായിരുന്നു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ. അതിൽ ക്രിസ്ത്യാനിസ് പാതിരിമാരുണ്ടായിരുന്നു, എല്ലാവരും. പാതിരിമാരെന്ന് പറഞ്ഞത് അവരോട് നമ്മൾ യോജിക്കുകയാണെന്നാണ്, സമസ്തയോട് യോജിക്കുന്നെന്നാണ്. മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നാം മാനേജ്മെൻറ്റൊക്കെ പറഞ്ഞ് സമസ്തയുടെ അഭിപ്രായം മാനിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അതായത് അവരെ മദ്രസയ്ക്ക് ഒരു വിഷമുണ്ടാകുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് അത് ഒരു മണിക്കൂറുള്ളതിൽ നിന്ന് 1/4 മണിക്കൂർ എടുത്തിട്ടെങ്കിലും സമയം മാറ്റണമെന്ന് വരെ പാതിരി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മോട് സഹകരിച്ചതാണ്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിൻ്റെ മുമ്പ് അച്യുതാനന്ദ ഗവൺമെൻറ് കാലത്ത് രാവിലെ 8 മണിക്ക് തന്നെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആണെങ്കിൽ 5 മണിക്ക് വേറെ ചില പ്രവൃത്തികളൊക്കെ വെച്ചിട്ട് ആകെ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അന്ന് എല്ലാ ആൾക്കാരും കൂടിയിട്ട് സമരം ചെയ്തതിൻ്റെ പേരിൽ അത് പിൻവലിച്ചവർ. ഇത് നമ്മളിപ്പോൾ മന്ത്രി ശിവൻകുട്ടി നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെ ഒരു ഇടങ്ങേറുണ്ടായി. അപ്പം കോടതിയുടെ നിർദ്ദേശമാണ്, നമ്മൾ കലണ്ടർ ഉണ്ടാക്കി കോടതിയിൽ കൊടുത്തു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാക്കി. ഇനി നമുക്കിപ്പോൾ അതിലൊന്ന് പിന്മാറാൻ വളരെ പ്രയാസങ്ങൾ, നമുക്കൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. അതോടുകൂടെ അടുത്ത കൊല്ലം നമുക്ക് എന്താക്കാം, ആലോചിക്കാം, നമ്മൾ ചർച്ച ചെയ്തിട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തള്ളിയിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യൻ കുടുങ്ങിയാലും നമ്മൾ സർക്കാരാണെങ്കിൽ കുടുങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ കോടതിനൊക്കെ പരിഗണിക്കേണ്ട നിലക്കുള്ളൊരു ഇതുണ്ടായിട്ടുള്ളൂ. CPM പൊതുവെ സമസ്തയോട് നേരത്തെ കൊണ്ടുവരുന്ന സമീപനത്തിൽ ഒരു മാറ്റം വന്നു. ഇപ്പോൾ ദാറുൽ ഹുദ കോളേജിലേക്ക് CPM-കാർ മാർച്ച് നടത്തുന്നു. ജിഫ്രി മുത്തുകോയത്തങ്ങളെ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക്, അതാണ് 4,000 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥാപനമില്ല, സ്ഥാപനത്തിലേക്കൊന്നും അങ്ങനെ നടത്തരുതല്ലോ. അവിടെ ചെന്നാൽ തങ്ങൾ പറഞ്ഞതുപോലെ അതിനൊരു കമ്മിറ്റിയും മാനേജ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞാൽ പരിഹരിക്കുന്ന അത്
അത് പ്രശ്നമാണ്, മലിനീകരണത്തിൻ്റെ പ്രശ്നമാണ്, പൊതു പ്രശ്നമാണ്. അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗകര്യപ്പെട്ടിട്ട് അതിനെന്താ ചെയ്യേണ്ടതൊക്കെ ഒത്താശകളോ ചെയ്തിട്ടൊക്കെ പരിഹരിക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു കടുംപിടുത്തുള്ള ആൾക്കാരൊന്നല്ല യഥാർത്ഥത്തിലുള്ള ആൾക്കാർ. നമ്മൾ സാധാരണ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത്, അപ്പോൾ സമസ്തയുടെ ഒരു സ്ഥാപനത്തിനെതിരെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ സമസ്തക്കെതിരായ സമരം തന്നെയാണ്. അതെ, അത് പിന്നെ മൊത്തത്തിൽ പലരും പലയാതി ആൾക്കാരും ഉണ്ടാവുമല്ലോ. ആവേശം തള്ളുന്നവരൊക്കെ ഉണ്ടാവും. അതും പാർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ആയിക്കോളൊന്നൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്താവാം. സമരത്തെ ഉസ്താദ് തള്ളി പറയുന്നില്ല. സമരം അല്ല, പാടില്ല. തങ്ങൾ പറഞ്ഞ ഭാഗത്തിന് നമ്മൾ സമരം ചെയ്യേണ്ടതില്ല. മാനേജ്മെൻറ്റുമായിട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. മലിനജലത്തിനെ സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കണം. കാരണം നാടിൻ്റെ ഒരു പ്രശ്നമാണല്ലോ, അത് പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിക്കേണ്ടത് സമരത്തിൽ കൂടെ അല്ലല്ലോ. അവിടെ പറഞ്ഞാൽ ആദ്യം പറയുക, എന്നിട്ട് അവരോട് എന്താക്കുക, സംഗതി പറഞ്ഞാൽ അവർക്കും തിരിയൂലേ. അത് മാലിന്യം അവരെ സംബന്ധിച്ചും പ്രശ്നമാണല്ലോ, അവിടെ താമസിക്കുന്ന കുട്ടികൾക്കും പ്രശ്നമല്ലേ. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സൗഹൃദ പരിപാടിയാണ് എന്തെങ്കിലും വേണ്ടി. അജണ്ട അല്ലാന്നോ? അങ്ങനെ ഒരു അജണ്ട CPM ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അജണ്ട ഉണ്ടാവില്ല ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവേണ്ടതില്ല. അത് ആവേശം തള്ളുന്ന കുറച്ച് ആൾക്കാർ കൂടിയാൽ ജാതിയും പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ 2 വിഭാഗങ്ങൾ. ഇപ്പോൾ ഈ 100ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ സമസ്തയിൽ നേരത്തെ ഒരു പിളർപ്പുണ്ടായതാണ്. സമസ്തയിൽ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടൊക്കെ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയിൽ സമസ്തയിൽ ഒരു 2 വിഭാഗങ്ങൾ, ഷജറകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒരു വിഭാഗം ലീഗിനെ അനുകൂലിക്കുന്നവരും ഒക്കെ നിൽക്കുകയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ലീഗിൻ്റെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ നമ്മളിതിലുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സമസ്ത എന്ന് പറയുന്നത് മഹല്ലുകളിലുള്ള ജനങ്ങളാണ്. ആ ജനങ്ങൾ അധികവും മുസ്ലിം ലീഗാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ വികാരങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് 1ാം സ്ഥാനം നമ്മൾ ദീനിനാണ്, മതത്തിനാണ്. കാരണം നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. ഈ വിശ്വാസം എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതിനനുസരിച്ചാണ് സ്ഥാനം കൊടുക്കൽ. ലീഗിനോ സ്ഥാനം കൊടുക്കേണ്ടത്, സമസ്തക്കോ ദീനിനോ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത്. അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സമസ്ത പരലോകത്തേക്കും ലീഗ് ദുനിയാവിൻ്റെ ആണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിനാണ്. ഒൽ ആഖിറത്തു ഖൈറും അബ്ഖാന്നാണ്, ഒലൽ ആഖിറത്തു ഖൈറുല്ലക മിനൽ ഊല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആഖിറത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു തർക്കം, ഈ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ലീഗിന് കൊടുക്കാത്തവരും വ്യത്യാസം ഉണ്ടാവും. അതുണ്ടാവും. പരിഹരിക്കാൻ പറ്റുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹരിക്കാണ്ട് പോയാലൊക്കെ വിഷമമാണ്. അതൊക്കെ ഈ കുറഞ്ഞ നൈമികമായ ചില താല്പര്യങ്ങളിൽ മനുഷ്യൻ പൈശാചിക ഇടപെടലുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന തകരാറുകളാണ്. അതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ലീഗിനാണ് അതിൽ നഷ്ടം വരിക. കാരണം ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് ലീഗ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാണോ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് എത്തുന്നത്? അല്ല, അതും മനസ്സിലാക്കാൻ, അല്ലാത്തതൊക്കെ ആവാമല്ലോ. ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതന്നല്ലേ. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിയും പറഞ്ഞും കണ്ടും നിൽക്കേണ്ടവരല്ലേ. ഈ പരലോകത്തിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ വളരെ ബഹുമാനത്തോടു കൂടി സമസ്തയുടെ വളരെ ദീനികളായി ഒരു സൂഫി വര്യന്മാരൊക്കെ പോലെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ മുഷാവറയിൽ തന്നെ വലിയ തോതിൽ ബഹളം ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനൊന്നുമില്ല, മുഷാവറയിൽ ബഹളങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് പിന്നെ കുറേ ഈ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പിന്നെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ, അത് വലിയൊരു ഘടകമാണല്ലോ ഈ ഫിത്തന വളർത്താൻ. നന്മ വളർത്താൻ പറ്റിയൊരു സാധനമാണ്. പക്ഷേ അധികം എന്താണ്, ഖുർആനിൽ കള്ളിനെ പറ്റി പറഞ്ഞാൽ അങ്ങനെയാണ്. ആദ്യമായിട്ട് കള്ള് നിരോധിച്ചത് നിസ്കരിക്കാൻ വരുമ്പം കള്ള് കുടിക്കരുത് എന്നാണ്. അപ്പോൾ കുറേ ആൾ കള്ള് കുടി നിർത്തി. എല്ലാവരും നിസ്കരിക്കാൻ 5 നേരം നിസ്കരിക്കാൻ വരുമ്പോൾ കള്ള് കുടിക്കാൻ സമയമില്ലല്ലോ. പിന്നെ ആദ്യം പറഞ്ഞത് കള്ള് കുടി എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് സംഗതി. അത് അതിൽ കുറച്ച് ഗുണമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ദോഷം കുറേ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം കുറേ ആൾ നിർത്തി. പിന്നെ നിസ്കരിക്കാൻ പറ്റും കള്ള് കുടിക്കരുത്. പിന്നെ പറ്റങ്ങൾ കള്ള് കുടിക്കരുത്, അത് പൈശാചികമാണ്, നിങ്ങളെ സ്വത്തും സമ്പത്തും കുടുംബ ബന്ധമൊക്കെ തകർത്തുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നെ കള്ളുടി ഒഴിവായത്. അപ്പോൾ എന്നതുപോലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്താക്കണം, ഒഴിവാക്കേണ്ട സംഗതിയാണ്. ഇപ്പോൾ ഉലമാക്കളോടുള്ളൊരു ബഹുമാനം കുറഞ്ഞു എന്ന്. അത് ഉലമാക്കളോട് മാത്രമല്ല, ഈ മൊത്തത്തിൽ ബഹുമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ, നിങ്ങൾ വാർത്ത നോക്കിയാൽ അച്ഛനെ കൊന്നതും അമ്മനെ കൊന്നതും ഇതൊക്കെ അല്ലേ. ഇതൊക്കെ അമ്മനെ കൊന്നെന്നായിരുന്നു. പണ്ട് അമ്മനെ ഓടിപ്പോലോ അല്ലെ അമ്മനെന്തെങ്കിലും പിന്നെ പറഞ്ഞേക്കാണ്ട് പോലൊക്കെ ഉള്ളൂ. അത് പോയിട്ട് ഇപ്പം എന്താക്കുന്നത്, അച്ഛനും അമ്മയും ഒക്കെ കൊല്ലുകയാണ്.
ഇതാണ് അവസ്ഥത്തിൽ നാം ഈ ഉലമാക്കളോടുള്ള ബഹുമാനം കുറയുന്നതേ ഉലമാക്കൾ തന്നെ ഇത്തരത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കുകയും പരസ്പരം രണ്ട് ഗ്രൂപ്പുകളാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ബഹുമാനക്കുറവിന്റെ കാരണം അതുകൊണ്ട് മാത്രമല്ല, അതിപ്പം പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രവാചകന്മാർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അവരത്ര പരിശുദ്ധന്മാർ വേറെ ഉലമാക്കളില്ലല്ലോ. അപ്പോൾ അത് സത്യം പറയുമ്പം അസത്യത്തിൻ്റെ വക്താക്കൾക്ക് വിദ്വേഷം ഉണ്ടാവും. നമ്മൾ ഉലമാക്കളുടെ കടമ എന്താ വെച്ചാൽ നമ്മൾ ഈ ദീൻ പറയലാണ്, നമ്മൾ ആഹാരം പറയലാണ്. അപ്പോൾ അത് ദുനിയാവിൻ്റെ ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, അത് രസിക്കൂല. അപ്പോൾ അതിൻ്റേതായ വശങ്ങൾ ഉണ്ടാക്കും. അത് ഏതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ ഓല പണി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലെന്നില്ല. വേറെ എന്താ അവർക്ക് പണി? ഭരിക്കുന്നവരെ സംബന്ധിച്ചും ഭരിക്കുന്നുണ്ടോ ഒരു മറ്റൊരു കുറ്റം പറയാം, ഇപ്പം ഇവർ അങ്ങോട്ട് കുറ്റം പറയാമെന്നല്ലാത്ത പണി അത് പിന്നെ മൊത്തത്തിലുണ്ടാവും. പ്രത്യേകിച്ച് നന്മ പറയുന്നവരിടയിൽ ഇപ്പം ലഹരി വലിയൊരു സംഗതിയാണ്. നമ്മളെ കുട്ടികൾ അധികം ഇപ്പം അതിൻ്റെ അടിമകൾ അഡിക്റ്റുകളാണ്. എന്താ ചെയ്യുക? അതുകൊണ്ട് ലഹരിയെ സംബന്ധിച്ച് പറയാണ്ടക്കാൻ പറ്റുമോ? പറയുന്നവർ ഈ 100-ാം വാർഷികത്തിൽ വലിയൊരു യാത്രയൊക്കെ സമസ്ത ഉണ്ടാക്കണം. ഇപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞ നമ്മളെ പ്രസിഡൻറ്റിൻ്റെ ഒരു യാത്ര 3 സംസ്ഥാനങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താൻ പോകുന്നുണ്ട് ഡിസംബർ അവസാനത്തിൽ. അത് കന്യാകുമാരിയിൽ തുടങ്ങി കർണാടകയിൽ അവസാനിക്കുന്ന ഓരോ ജില്ലാ ആസ്ഥാനത്തും ഒരു സ്വീകരണം. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വീകരണം, അങ്ങനെ തലശ്ശേരി കണ്ണൂർ ഒരു സ്വീകരണം, മലപ്പുറം ഒരു സ്വീകരണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടി വെച്ചിട്ടാണ്. അതൊരു വലിയ ഒരു ഇളക്കി മരുന്ന്. എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ സുന്നികളും പങ്കെടുപ്പിക്കും. സമസ്തക്കാരൊക്കെ പങ്കെടുക്കും. രാഷ്ട്രീയം അവർക്കുണ്ടാവാം. ഞാൻ പറഞ്ഞ എനിക്ക് രാഷ്ട്രീയം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യാം. രാഷ്ട്രീയത്തിൻ്റെ വിലയിലല്ല നോക്കുന്നത്. അത് പിന്നെ നമ്മളെ സുന്നി ആദർശമുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കും. അതിലെടുക്കുള്ളൂ. നന്ദി.